ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സോ എന്താണ് ഇലക്ഷനെ പറ്റിയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കും. സോ നമ്മുടെ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. കാരണം ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമ്മളാണ് തിരഞ്ഞെടുക്കണം നമ്മുടെ നേതാവിനെ. അപ്പോൾ നമ്മൾ ഉചിതമായൊരു തീരുമാനം എടുത്തിട്ട് നല്ലൊരു നേതാവിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ ഭരിക്കാനുള്ള ആളല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആളെ തിരഞ്ഞെടുക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളല്ല. ഞാൻ എന്താ പറയുക, ആരാണോ നന്നായിട്ട് ഭരിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യണ ഒരാളാണ്. അപ്പോൾ എൻ്റെ 2-3 സംശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു കാൻഡിഡേറ്റ് 2 സ്ഥലങ്ങളിൽ മത്സരിക്കണ പ്രവണത ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 2 സ്ഥലങ്ങളിലായിട്ട് അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്തും ഇപ്പോൾ ഒരാൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 സ്ഥലത്തും MP ആവാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് അവർ രാജിവെച്ചിട്ട് ഒരു സ്ഥലത്ത് അവർ ഏറ്റെടുക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വീണ്ടും ഒരു റീ എലക്ഷൻ വരും. അപ്പോൾ റീ എലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത്രയും സാമ്പത്തിക ബാധ്യത, സോ ഗവൺമെന്റ് അതിന് വീണ്ടും ഒരു എക്സ്പെൻസ് വരികയാണ്. അത്രയും കാശ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ചെലവാക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്കൊരു വൻ സാമ്പത്തിക ബാധ്യത വീണ്ടും ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇത് നല്ലതാണോ? അതെന്തുകൊണ്ട് അത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട സമയം ഒരു റീ എലക്ഷൻ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്നിട്ട് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് നോക്കണതല്ലേ കുറച്ചും കൂടി നല്ലത്? അത് ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സ്പെൻസ്, പിന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് നമ്മൾ ഈ രാജിവെക്കുന്ന ആള് കൊടുക്കുവോ അതോ ഗവൺമെന്റ് ആണോ ഈ എക്സ്പെൻസ് എടുക്കണം? ഗവൺമെന്റ് എടുക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സും നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് ഈ എക്സ്പെൻസ് ഒക്കെ ചെയ്യണത്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? പിന്നെ അതുകൂടാണ്ട് അതേപോലെ തന്നെ ഒരു MLA ആയിട്ടോ ഒരു മിനിസ്റ്റർ ആയിട്ടോ ഇരിക്കണ ഒരാൾ ഒരു കേന്ദ്ര ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ MP ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്ഥലത്ത് നോമിനേഷൻ കൊടുക്കും. അപ്പൊ അവിടെയും എന്താണ് സംഭവിക്കുന്നത്? അവർ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, ഇതർ MP ഓർ MLA വാട്ടവർ. സോ അപ്പോൾ അവര് എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് രാജിവെക്കും. MLA സ്ഥാനം ഓർ മിനിസ്റ്റർ സ്ഥാനം അവര് രാജിവെച്ചിട്ടാണ് അപ്പൊ വീണ്ടും അവിടെ ഒരു ഇലക്ഷനും കൂടിയിട്ട് വരും. അപ്പൊ ഈ റീ ഇലക്ഷനൊക്കെ ഉണ്ടാവുന്ന എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പം അതിനെ പറ്റിയിട്ട് നമ്മുടെ ഗവൺമെന്റും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നും കൂടി തിങ്ക് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ഷൻ തന്നെ 1 lakh crores rupees ആണ് ഈ ഒരു ഇലക്ഷൻ. എൻ്റെ ഒരു നോളേജ് വെച്ചിട്ട് പറയുകയാണ് ഞാൻ, മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ കണ്ട ഒരു നോളേജ് വെച്ചിട്ട് ഇത്രയും കാശാണ് നമ്മൾ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ നമുക്ക് അതല്ലാതെ തന്നെ എത്രയോ കാര്യങ്ങൾ, എത്രയോ ആൾക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭക്ഷണമില്ലാതെയും ഒക്കെ കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്രദമാക്കാൻ പറ്റുന്ന ഈ കാശാണ് നമ്മൾ ഒരാവശ്യമില്ലാണ്ട് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് റീ ഇലക്ഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുക, വിജയിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്കും കൂടിയിട്ട് അവസരങ്ങൾ കൊടുക്കാൻ നോക്കുക. അതല്ലേ കുറച്ചും കൂടി നല്ലത്. താങ്ക് യു.